ആളവിടെ വന്നിട്ടുണ്ട്, അയാൾ വിളിക്കാൻ പോവാ. ശരി ചേച്ചിക്ക് ഉള്ള വെള്ളം ഭയങ്കര ദാഹം. ഞാൻ അത്യാവശ്യമാണോ? ഇല്ല, അത് ഞാൻ അവിടെ ഗാർഡനിൽ ഇരിക്കുകയാണ്, എടുത്ത് കൊണ്ടുപോയി വേണ്ടിയായിരുന്നു. അത് കുഴപ്പമില്ല, വെള്ളല്ലേ. ചേച്ചി ഇവിടെ വർക്ക് ചെയ്യാ? അല്ല, ഞാൻ വർക്ക് ചെയ്യല്ല. ഇനി വേണ്ട വെള്ളം? വേണ്ട, ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ പിന്നെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നല്ല? അല്ല, ഞാനിവിടെ വർക്ക് ചെയ്യുന്നല്ല, ഇവിടെ എല്ലാവർക്കും ഒരു സഹായമൊക്കെ ആയിട്ട്. ചേച്ചിക്കാരില്ല? അല്ല, എനിക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാരും എല്ലാരും കൂടി ആവുമ്പോ നമ്മളെ വലിയൊരു ഫാമിലി അല്ലേ. ശരി, അതല്ല ഞാൻ ചോദിക്കാൻ സങ്കടമൊന്നുമില്ല. മക്കളൊന്നുമില്ല? മക്കള് 3 ആൾക്കാരുണ്ട്. മൂത്തത് ഒരു ആൺകുട്ടിയാ, രണ്ടാമത്തെ 2 പെൺകുട്ടികളാ. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സുന്ദരി കുട്ടികളാ. കല്യാണം കഴിച്ച് ഇവിടെ അടുത്തേക്ക് തന്നെയാ. അവര് ജോലി ചെയ്യുന്നത് ഒരാള് ബാംഗ്ലൂരും പിന്നെ ഒരാള് എയർ ഹോസ്റ്റസാ. അപ്പൊ അവളിങ്ങനെ നടക്കുമ്പോ. 3 മക്കളില്ലേ? അപ്പൊ ഒരാള് വേറെ? മൂത്ത ആൾക്ക് എന്റെ വീട് ഇവിടെ തൊടുപുഴ തന്നെയാ. ഭർത്താവിന് ഗവൺമെന്റ് ജോലിയായിരുന്നു. ഒരു ദിവസം ഹൈവേയിൽ വെച്ചിട്ട് കാറ് വന്നിടിച്ചിട്ടേ പുള്ളി പെട്ടെന്ന് തന്നെയൊക്കെ അങ്ങോട്ട് വിട്ടങ്ങോട്ട് പോയി. പിന്നെ മക്കളൊക്കെ, മൂത്താൾക്ക് ആ ജോലി കിട്ടി, അപ്പൊ അവനും പോയി. പിന്നെ മക്കളൊക്കെ കെട്ടിച്ചുവിടുത്തല്ലേ, അപ്പൊ അമ്മ അവിടെ ഒറ്റയ്ക്കാവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഇഷ്ടപ്രകാരം, അല്ലാണ്ട് എന്റെ മക്കൾക്ക് എന്നെ വേണ്ടാഞ്ഞിട്ടല്ല, എന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ വീട്ടിലിങ്ങനെ ജോലിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കഴിഞ്ഞതൊക്കെ ഓർത്തിട്ട്. അപ്പൊ മക്കൾക്കൊരു ബാധ്യത ആയിട്ടല്ല, ഞാന് എന്റെ ഇഷ്ടത്തിന് ഇവിടെ പോന്നതാ. ഇവിടെ ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പിന്നിപ്പം മക്കളൊക്കെ വലിയ വലിയ വീടുകളിലല്ലേ. അപ്പൊ അവരൊക്കെ അമ്മായിയമ്മയും എല്ലാരും ഒക്കെ ആവുമ്പോ നമ്മള് അവിടെ ഒരു അധികം പറ്റായാലോ. അവർക്ക് വലിയ ഫാമിലി ഒക്കെയാ മക്കൾക്കേ. 3 മക്കളേച്ചുണ്ട് 2 പേർക്കും. അപ്പൊ ഞാനിങ്ങോട്ട് പോന്നു. ഇപ്പൊ ഇവിടെ എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ വരുന്ന എല്ലാവർക്കും എന്നെ പോലെ കുടുംബമുള്ളതാ. പക്ഷെ മക്കളിൽ കുടുംബക്കാരും. ഞങ്ങളിങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് പോലും ഓർക്കാൻ മക്കൾക്ക് നേരില്ല. ഇപ്പൊ മോനും എന്റെ കൂട്ടായില്ലേ. ഇതുപോലെ ഞാൻ ആണ് ഇവിടെ കൂടുതൽ സന്തോഷമുള്ള ആള്. എനിക്കൊന്നില്ലെങ്കിലും മക്കള് ഇടയ്ക്ക് കൊല്ലത്തിലൊരിക്കൽ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യും, അമ്മ എന്താ കാണിക്കുന്നേന്ന് ചോദിച്ചിട്ട്. പക്ഷെ കിളരെ തിരിഞ്ഞാക്കാം ആരില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നോക്കി ഇതിപ്പോ എന്റെ കുടുംബം. ഞങ്ങളെല്ലാരും കൂടി അങ്ങനെ. മോനെ, ഇതൊന്നും ആരോടും പറയണ്ട, എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. മക്കളൊക്കെ അറിഞ്ഞ അവർക്ക് നാണക്കേടാവും. അമ്മ എങ്ങനെ മക്കളെ കുറ്റമൊക്കെ പറഞ്ഞടക്കുന്നു പറയുമ്പോ എന്റെ മക്കൾക്കത് വലിയ പൊസിഷനിലുള്ള മക്കളല്ലേ. ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചാ ഞങ്ങളുടെ മക്കളെ വളർത്തിയത്.
ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. അച്ഛനും അമ്മയും പണ്ട് കഷ്ടപ്പെട്ട് വളർത്തിയതോ അല്ലെങ്കിൽ സന്തോഷിച്ച് കൊണ്ടുനടന്നതോ ഒന്നും ഇന്ന് അവർക്ക് ഓർമ്മയില്ല. അതിലേക്ക് വിഷമൊന്നുമില്ല കേട്ടോ. എന്റെ മക്കളുടെ ആ ഒരു എന്റെ മക്കളുടെ ഇഷ്ടമല്ലേ ഞാൻ നോക്കട്ടെ. എന്റെ മരുമകള് എന്നെ ഞാനൊന്ന് തുപ്പിയതിന്റെ പേരില് വഴക്ക് പറഞ്ഞപ്പോ എന്റെ മോനൊന്ന് അങ്ങനെയൊക്കെ ജീവിക്കുന്നതിനേക്കാളും നല്ലതാ ഇവിടെ ഇങ്ങനെ ഇവരുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. ഒന്നില്ലെങ്കിലും ആരുടെയും ഒന്നും കേക്കണ്ടല്ലോ, 3 നേരം ഭക്ഷണം കിട്ടുമല്ലോ, പട്ടിണി കിടക്കണ്ടല്ലോ. മോനിതൊന്നും ആരോടും പറയണ്ട കേട്ടോ. അറിഞ്ഞെന്റെ മക്കൾക്ക് നാണക്കട. പണിയുണ്ട്.